രണ്ടുപേരോടും പറഞ്ഞു, നേരം വിളിക്കുമ്പോഴേ നീയൊക്കെ വന്ന് ഹിന്ദു ഉണരണം, ഹിന്ദുവിൻ്റെ കൂടെ എന്നെ ചേർക്കരുത് എന്നൊക്കെ വന്ന് എഴുതി കരഞ്ഞു വെക്കുന്ന നിന്നോടൊക്കെ പറയുന്നത് ഞാൻ. നിനക്കൊക്കെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ രാവിലെ അങ്ങോട്ട് എണീക്കണം, കണ്ണ് കീറുന്നതിന് മുമ്പേ ഇങ്ങനെയുള്ള വാക്കുകൾ എഴുതാതെ മൊബൈൽ ഫോൺ അങ്ങോട്ട് ഓഫാക്കി വെച്ചിട്ട് പ്രകൃതിയിലേക്ക് ഇറങ്ങണം. ഇപ്പോഴാണെങ്കിൽ നല്ല പരുവാണ്, നല്ല ഉണക്കൊക്കെ ഉണ്ട്. ആ ചുറ്റുവട്ടത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇത്തിരി കാട്ടിനകത്തിൽ ഇത്തിരി ആ റോഡ് സൈഡിലൊക്കെ തെരുവോരങ്ങളിൽ ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. ആവണക്കെന്ന് പറഞ്ഞുകൊണ്ടൊരു ചെടിയുണ്ട്, ഇത്തിരി വലിപ്പം തോന്നും. അതൊരു കായാണ്. അത് ആവണക്കിൻ്റെ ചെടി കായ. അത് പൊട്ടിക്കുമ്പോൾ ചെറിയ കുരുക്കളായിരിക്കും, കുഞ്ഞരി കാണും. റബ്ബറും കായ ഉണ്ടല്ലോ, റബ്ബറും കായയുടെ കൂട്ട് ഇരിക്കും, അതേപോലെയാണ്. പക്ഷെ റബ്ബറും കായയുടെ അരി അത് പൊട്ടിക്കുമ്പോൾ അതിനകത്ത് അരി മെഴുകു നല്ല പൊട്ടിക്കുമ്പോൾ ഇന്ന തരത്തിലുള്ളതാണ് ആവണക്കിൻ്റെ അത് കുഞ്ഞു അരി. അതങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഒന്നുകിൽ അത് എണ്ണയാക്കിയോ അല്ലെങ്കിൽ അതിൽ 2 അരി വെളുത്ത നിറ തോടിളക്കി കഴിയണം. അത് ഒന്നുകിൽ ഇടിച്ചോ പിഴിഞ്ഞോ അതിൻ്റെ നീരിത്തിരി കുടിക്കുക. അല്ലെങ്കിൽ ഷോപ്പിൽ പോയാൽ അത് വാങ്ങിക്കാൻ കിട്ടും എണ്ണ പോലെ. അത് കുടിച്ചിട്ട് നിൻ്റെയൊക്കെ വയറൊന്ന് ഇളക്കണം, രണ്ടിൻ്റെ വയറിളക്കണം. ഫോണൊന്ന് ഓഫാക്കി വെക്കണം, വയറിളക്കണം. വയറിളക്കമെന്ന് വെച്ചാൽ കുടല്, അതിനകത്ത് നിറയെ ക്ലാവ് പോലെ മലവിരിപ്പുണ്ട്. വാഷ് ബേസിൻ കണ്ടിട്ടുണ്ട്? ആ വാഷ് ബേസിൻ്റെ ഓസ് അങ്ങോട്ട് എടുക്കുമ്പോഴേ അത് കീറുമ്പോഴേ അത് പൊളിച്ചെന്ന്. അത് കീറുമ്പോഴേ ആ ഓസിന് ചുറ്റും ക്ലാവ് പോലെ ഇങ്ങനെ പിടിച്ചിരിക്കും. അതുപോലെ മല പിടിച്ചിരിക്കുകയാണ്. പഴകിയ മലങ്ങളെല്ലാം നിൻ്റെയൊക്കെ ആ കുടലിനകത്ത്, മല പോകുന്ന കുടലിനകത്ത്